ഹായ് ഓൾ, വെൽക്കം ടു കബൂഡിൽസ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാ കറികളും വെക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു എരിശ്ശേരി വെച്ചാലോ? മത്തങ്ങയും ചേനയും പയറും ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. പല രീതിയിലും വെക്കാം. ഞാനിവിടെ 1 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിലൊന്നും മുമ്പേ ഇട്ടിട്ടില്ല, കഴുകി എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു 200 ഗ്രാം വലുപ്പമുള്ള ഒരു മത്തങ്ങയും ഒരു 5-6 കഷ്ണം ചേനയും കൂടെ അരിഞ്ഞിട്ട് നെകക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ 3 വിസിലോട് കൂടി എനിക്ക് പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. മത്തങ്ങയും ചേനയും പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. 1 മുറി തേങ്ങ ചിരവി അതിൻ്റെ പകുതി എടുത്ത് 4 കൊച്ചുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ച് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുകും 1-2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കി പകുതി തേങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം. കുക്കറിൽ 3 വിസിലും വന്ന് പ്രഷർ പോകാനായിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേനും അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിലിരുന്നാൽ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, കരിയാതെ നോക്കണം. നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം വെന്ത് ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് അതിലേക്ക് ഇപ്പോൾ ചേർക്കുകയാണ്. എന്നിട്ട് അതൊന്ന് വേവാനായിട്ട് ഒരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വറുത്ത തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ എരിശ്ശേരി റെഡിയാണ്. വളരെ ക്വിക്കായിട്ടും എളുപ്പത്തിലും എരിശ്ശേരി ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചത്. ഇത് പല രീതിയിൽ ചെയ്യാം, പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്.